സമാനമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹബീബായ റസൂലുള്ള കാണിച്ചു തന്നു. വഫാത്താകുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ പനി ബാധിച്ച ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭാര്യമാരെ ഓരോരുത്തരെയും സമീപത്ത് വിളിച്ച് ഉപദേശം നൽകുന്നു. പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സമീപത്ത് വിളിച്ച് ഫാത്തിമത്തു ഖിത്അത്തു കബദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പിടിക്കുകയാണ്. ഇത് നമ്മളിൽ നിന്നാണ് മക്കൾക്ക് ലഭിക്കേണ്ടത്. എന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വളരെ അപകടകരമായ നിലക്ക് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ കണക്കിൽ 1 മാർക്ക് മാത്രം കിട്ടിയിരുന്ന കുട്ടി, അത് 0 ആണ് സത്യത്തിൽ. ഒരു ഔദാര്യമായി അധ്യാപകൻ 0 നൽകാനുള്ള മടി കൊണ്ട് 1 നൽകിയത്. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയിൽ 1 മാർക്ക് മാത്തമാറ്റിക്സിന് കിട്ടിയ കുട്ടി, പക്ഷെ ആ കുട്ടി ഇന്ന് +1 ക്ലാസ്സിൽ നല്ല പഠന നിലവാരത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടിയുടെ പ്രശ്നം വളരെ ചെറുതായിരുന്നു. ആ കുട്ടി മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇസ്ലാമികമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയുടെ ഡയറിയിൽ വായിക്കാൻ സാധിച്ച വാക്കുകൾ: ഇപ്പോൾ രാത്രി 2 മണി, ആത്മഹത്യയല്ലാതെ എന്റെ മുമ്പിൽ മാർഗമില്ല, എന്നോടാർക്കും സ്നേഹമില്ല, ഉപ്പക്കും ഉമ്മക്കും എന്നെ സ്നേഹിക്കാൻ, എന്നെ പരിചരിക്കാൻ സമയമില്ല, ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? വികാര വിക്ഷോഭമായ നിറഞ്ഞു നിൽക്കുന്ന ഡയറിയുടെ മുഴുവൻ പേജുകൾ. എവിടെയാ പ്രശ്നം? മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനത്തിനിടയിൽ ആ മനസ്സ് കൊതിക്കുന്ന ഒരു തലോടൽ, മോളെ എന്നുള്ളൊരു വിളി. ഒരു അന്യപുരുഷനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ വടിയെടുത്തടിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടുപോയ സ്നേഹം തിരിച്ചു നൽകി തിരുത്താനുള്ള ഒരു മനസ്സ് അവിടേക്ക് കൊടുത്താൽ തീർച്ചയായും മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് ഔഷധത്തെക്കാളും വലിയ ഔഷധം സ്നേഹമാകുന്ന ഔഷധമാണ്. സ്നേഹം കൊണ്ടുള്ള തിരുത്തൽ, സ്നേഹം കൊണ്ടുള്ള തലോടൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് സാധിക്കും. ഒരു സംശയമില്ല. ഞാൻ ഓർത്തു പോകുന്നു, മെനയാന്ന് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, സാധാരണ നന്നായി പഠിച്ചിരുന്ന, പക്ഷെ മെനയാന്ന് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവൻ ഒരു ക്ലാസ്സിലൊരു ഫൈറ്റ് നടത്തുന്നതായിട്ടാണ്. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഇവന്റെ പേരിൽ തന്നെ ഒരു കംപ്ലൈന്റ്. 12 സ്റ്റാഫ് അംഗങ്ങളുള്ള സ്റ്റാഫ് റൂമിലേക്ക് ഞാൻ ആ മോനെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, വാസ് എ ബെസ്റ്റ് ബോയ്, നല്ല കുട്ടിയായിരുന്നു ഇവൻ. പക്ഷെ എന്തെന്നറിയില്ല, ഇപ്പൊ ഇവന്റെ പേരിൽ കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മോനെ എവിടെയാ തെറ്റുപറ്റിയത്, എവിടെയാ കുഴപ്പം പറ്റിയത്? അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇന്നലെ ക്ലാസ്സിൽ ചെന്നപ്പോ ഏറ്റവും ഡീസന്റായി അവനെ കാണുന്നു. ഇവിടെ 2-3 വികാരങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകർത്തപ്പെട്ടത്. ഒന്ന്, നീ പണ്ട് നല്ലവനായിരുന്നു, ദ ടീച്ചർ ഹാസ് നോട്ടീസ്ഡ് മീ, ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിൽ മാറ്റം ഉണ്ടായപ്പോഴും അധ്യാപകൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ മോശമാകേണ്ടവനല്ല എന്നതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. ഇത് മതിയാകും പലയിടത്തും. ചെറിയ അംഗീകാരങ്ങൾ, ചെറിയ തിരുത്തലുകൾ വളരുന്ന കുട്ടികളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകാരമാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറ്റൻഷനും ആക്സെപ്റ്റൻസും റെസ്പെക്റ്റും ബിലോങ്ങിങ്നെസ്സും ലവും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് 6ാമത്തെ പോയിന്റായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, അവന്റെ അച്ചീവ്മെന്റ് എന്നുള്ളത്. അത് എന്ത് വേണം? ആ അച്ചീവ്മെന്റിലെ നമ്മൾ കാണണം, അതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റുകൾ നൽകിക്കൊണ്ടിരിക്കണം. അവന്റെ നേട്ടങ്ങൾ നമ്മൾ വാച്ച് ചെയ്യണം. ആ നേട്ടങ്ങളെ വാച്ച് ചെയ്യുക മാത്രമല്ല, അതിന് അംഗീകാരം നൽകാനുള്ള ശ്രമവും ഉണ്ടാക്കണം. സാധാരണ എപ്പോഴും പേരൻസിന്റെ മീറ്റിംഗിൽ ഞാൻ പറയാറുണ്ട്, അനുഭവങ്ങളാണ്. 50ൽ 45 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടിയെ വഴക്ക് പറയുന്ന രക്ഷിതാവ്, എവിടെ പോയടാ 5 മാർക്ക്? 45 കിട്ടാൻ ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടു എന്നതോ, ആ കിട്ടിയതിന്റെ പേരിൽ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിന് പകരം നഷ്ടപ്പെട്ടു പോയ 10% പേരിൽ കുട്ടിയെ വഴക്കടിക്കുന്ന, കുട്ടിയെ പീഡിപ്പിക്കുന്ന എത്ര രക്ഷിതാ. അതിനു പകരം ഈ കിട്ടിയതിൽ ആദ്യം നിങ്ങൾ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് അവനോട് ചോദിക്കുക, എവിടെയാ പോയത്? 5 മാർക്ക് നിനക്ക് എവിടെ പോയി? നിനക്ക് കിട്ടേണ്ടതാണല്ലോ മുഴുവൻ മാർക്കും. അത് പോസിറ്റീവായി മാറി. ആ കുട്ടി പിന്നീട് അടുത്ത എക്സാം വരുമ്പോ മുഴുവൻ മാർക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ ഓർത്തുപോകുന്നു, ഞങ്ങൾക്ക് TCAയുടെ വർക്ക്ഷോപ്പ് എടുത്തിരുന്ന ഒരു പ്രമുഖനായ പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവം. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ബിലോ ആവറേജ് ആണ്, പഠനത്തിൽ എന്നും ബിലോ ആവറേജ്,
പക്ഷെ ഇപ്പൊ ലണ്ടനിലെ ഏറ്റവും ഉയർന്ന ഒരു കമ്പനിയിൽ ഉയർന്ന ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് അച്ഛനോട് വിളിച്ചു പറയാൻ ഇപ്പൊ ഇന്ന സ്ട്രീറ്റിൽ ഇന്ന സ്ഥലത്തൂടി വണ്ടി ഓടിച്ചു പോകുന്നു. അദ്ദേഹം പറയുന്നു, ആ ബിലോ ആവറേജ് ആയ മകൻ ഇന്ന് ലണ്ടനിലെ ഉന്നത സ്ഥാപനത്തിലെ ഉന്നത ജോലി സ്ഥലത്ത് എത്തിയതിന് പിന്നിൽ മനഃശാസ്ത്രപരമായി സമീപിച്ച ആ അച്ഛനാണ് കാരണം ഏത് സമയത്തും ഈ കുട്ടിക്ക് പോസിറ്റീവ് സപ്പോർട്ടാണ്. ബൈക്ക് എടുത്താൽ പറയും, മോനെ നീ ബൈക്ക് പോകേണ്ടവനല്ലടാ, നീ കാർ എടുത്തു പോയിക്കോ. അങ്ങനെ തുടങ്ങി ഏത് കാര്യത്തിലും നീ ഇങ്ങനെ ആയാൽ പോരാ, നീ ഒന്നുകൂടി നിനക്കതിനേക്കാൾ കഴിയുമെന്നുള്ള നിലക്ക് അദ്ദേഹം നൽകിയ ബാക്ക് സപ്പോർട്ട് ആ ബിലോ ആവറേജിനെ ഹൈ അച്ചീവറാക്കി മാറ്റുകയാണ്. ഇതൊരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, ഈ അച്ചീവ്മെന്റിന് അവർ നടത്തുന്ന ഫീഡ്ബാക്കുകൾ കുട്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ഇവിടെയുള്ള മുമ്പൊരു ക്ലാസ്സിലും സൂചിപ്പിക്കുന്നുണ്ട്, സാധാരണ ഞങ്ങൾ ബസ്സിലൊക്കെ കുട്ടികൾ കരയുമ്പോൾ സ്വീകരിക്കാറുള്ള ചില മാർഗങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ ഈ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഈ രാവിലെ KG ക്ലാസ്സിൽ കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ബസ് കയറുന്നത്. നിങ്ങൾ കാണുന്ന രംഗാണല്ലോ റോഡ് സൈഡിൽ നിന്ന്. അമ്മയുടെ ഉമ്മയുടെ സാരിത്തലക്ക് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടി വണ്ടി കയറിയാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തു പറഞ്ഞാലും കരച്ചിൽ നിർത്തൂല. തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അങ്ങനെ. അപ്പൊ സാധാരണ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റെഡിങ് പെണ്ണെടുക്കും. കാരണം അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഈ ചുവന്ന പേന ഞങ്ങളുടെ കയ്യിലുണ്ടാകും. കാരണം അത് റെക്കഗ്നിഷന്റെ അംഗീകാരം. +2 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു പ്രോബ്ലം ചെയ്തിട്ട് അവർക്ക് നീലമഷി കൊണ്ട് ശരിയിട്ട് കൊടുത്താൽ ഇത് പോരാ സാറേ എന്ന് പറയും. റെഡിങ് ഈസ് ദ മാർക്ക് ഓഫ് റെക്കഗ്നിഷൻ. അതങ്ങനെ കുട്ടിയുടെ മനസ്സിൽ. അപ്പൊ സാധാരണ ബസ്സിൽ ചെയ്യാന്ന് വെച്ചാൽ അനുഭവമാണ്. പല ദിവസങ്ങളിലും കുട്ടികൾ കരയുമ്പോൾ ഈ ചുവന്ന പേന എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പറയും, ഷോ ദിസ് ടു യുവർ പാരന്റ്സ് ആൻഡ് ടെൽ ദം ദാറ്റ് ദിസ് സ്റ്റാർ ഇസ് ഗിവൺ ബൈ സർ ഫോർ കീപ്പിംഗ് ഡിസിപ്ലിൻ ഇൻ ദ ബസ്. മതി, കുട്ടി കരച്ചിൽ നിർത്തും. വേറൊന്നും വേണ്ട. ഈ ഒരു ചെറിയ അടയാളം, സ്റ്റാറുകൾ. സാധാരണ നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ പോലും എന്തെങ്കിലും ഒരു വർക്ക് കുട്ടികൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐ വിൽ ഗിവ് 2 സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മതി. 17-കാരനായ 18-കാരനായ കുട്ടി ഒരു കൊച്ചു കുട്ടിയെ പോലെ സെക്കൻഡുകൾ കൊണ്ട് കാര്യം പൂർത്തീകരിക്കും. കാരണം ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇതൊരു അംഗീകാരമാണ്. പാരന്റ്സിന് സ്റ്റാർ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതിന് പകരം ഒരു തട്ടല് മതി, ഒരു തലോടല് മതി, ഒരു പുഞ്ചിരി മതി. അല്ലെങ്കിൽ അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഗിഫ്റ്റായി അവൻ കൊടുത്താൽ മതി. അത് ആ മനസ്സിൽ നിലനിൽക്കും. അങ്ങനെയാണ്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ സ്ഥാപനം സന്ദർശിച്ചു. കുട്ടിയെ കാണുന്നു, പരിചയപ്പെടുന്നു, മാർക്ക് ചോദിക്കുന്നു. ക്ലാസ്സിൽ 2ാം റാങ്കാണ്. അദ്ദേഹത്തോട് പറയുന്നു, അടുത്ത തവണ ഞാൻ വരുമ്പോൾ 1ാം റാങ്ക് കിട്ടണം. കൃത്യം 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം അതേ ഹോസ്റ്റലിൽ വരുന്നു, ഒരു പേനയും കൈ പിടിച്ച്. ഈ കുട്ടിയെ വിളിക്കുന്നു, ചോദിക്കുന്നു, ഇപ്പോൾ 1ാം റാങ്ക്. ആ പേന കൊടുക്കുന്നു. ആ സുഹൃത്ത് ഇന്ന് കുവൈത്തിൽ ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ച കാലത്തെ അദ്ദേഹം നൽകിയ ആ പേനയെക്കുറിച്ച് ഇന്നും മനസ്സിലോർക്കും. കുട്ടി അങ്ങനെയാണ്. ഏത് വിലപിടിപ്പുള്ള വസ്തുവിനേക്കാളും തന്റെ ഒരു പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതൊരു ചുവന്ന ശരിയാകാം, ഒരു സ്റ്റാർ ആകാം, ഒരു പാറ്റിംഗ് ആകാം, ഒരു ഗുഡ് എന്ന് പറയലാകാം. ഇതൊക്കെ കുട്ടിയിൽ വലിയ മാറ്റം വരുത്തും. അതുകൊണ്ട് നന്മയെ ഈ രൂപത്തിൽ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സൈക്കോളജിക്കൽ നീഡ്സിൽ 7ാമത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ്. സൗഹൃദ ബന്ധം മക്കളുമായി ഉണ്ടാവുക. അത് ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും. ഇത് സോഷ്യലൈസേഷനെ എൻകറേജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് കുട്ടിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിലെ ജീവിതവും ഇവിടുത്തെ ജീവിതവും തമ്മിൽ ഈ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ അച്ചീവ്മെന്റ്സിലുള്ള ഡിഫറൻസ് ശരിക്കും നേരെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പ്രവാസ ജീവിതത്തിലെ മക്കൾ നഷ്ടത്തിലാണ്. സോഷ്യലൈസേഷന്റെ വലിയൊരു തലം ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണലായിട്ട് നോക്കുമ്പോൾ വൈകാരിക തലത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവാസികളുടെ മക്കൾ വളരെ പിറകിലാണ് എന്ന് കാണാം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഇഷ്യൂകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നു. വളരെ നിസ്സാരമായിരിക്കും. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൈവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഹൈ പ്രൊഫൈലുള്ള 2 പേര്, വളരെ ഉയർന്ന പ്രൊഫൈൽ, വെൽ എഡ്യൂക്കേറ്റഡ്. പ്രശ്നത്തിന്റെ മർമ്മം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 2 പേരും പഠിച്ചു വളർന്നത് ഗൾഫിലാണ്. 2 പേരും വളർന്ന സാഹചര്യങ്ങൾ ആ വിധത്തിലാണ്. ഷെയറിങ്ങുകൾ നടന്നിട്ടില്ല. ഫാമിലി റിലേഷൻഷിപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി പല വിഷയങ്ങളെയും നേരിടാനുള്ള പക്വതകളത്തിൽ അവസാനം അവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്ന അല്പം കാർക്കശ്യത്തോടു കൂടി, യു ഹാവ് വെരി ഹൈ പ്രൊഫൈൽ, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് യു ആർ വെരി ഗുഡ് ഫ്രം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഐ എം സോറി ടു സേ ദാറ്റ്
യുവർ പ്രോബ്ലം ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് LKG സ്റ്റുഡൻസ്. അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക് അവരോട്. വളരെ നിസ്സാരമാണ്. പ്രശ്നം എവിടെയാണ്? ഈ പ്രവാസ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പിയർ ഗ്രൂപ്പിലൂടെ ഒരു കുട്ടിക്ക് ഒരുപാട് അറിവ് ലഭിക്കാറുണ്ട്. അത് നമുക്ക് കിട്ടിയത് എവിടെന്നാ? നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് കളിച്ച് നടന്നിടത്ത്, മാവൂര് കല്ലെറിഞ്ഞ് നടന്നിടത്ത്, റോട്ടിലൂടെ വണ്ടി ഉരുട്ടി നടന്ന സമയത്ത്, കല്യാണ വീടുകളിൽ ഒന്നിച്ചു കളിച്ച് നടന്നപ്പോൾ ഈ പിയർ ഗ്രൂപ്പിലൂടെ, ഫാമിലിയിലൂടെ ഒക്കെ കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളാണ് ഞാനെന്ന നിങ്ങളെന്ന ഈ വ്യക്തിയെ നമ്മളാക്കി മാറ്റിയത്. ഇതിലൊരുപാട് തലം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം ക്ലാസ്സിൽ വലിയ ബഹളം. എന്താ നോക്കിയാൽ ഒരു ചെറിയ പാറ്റ, കൂറയുടെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കാകെ ബഹളമാണ്. ഒരു ചെറിയ പുഴു, അതിനെ കണ്ടിട്ട കുട്ടികൾ ഒന്നിച്ച് പോയി കൂടുന്നത്. സർ, മേ ഐ ഗോ ടു ക്ലിനിക്? എന്തോടോ പ്രശ്നം? സ്റ്റേപ്ലറിന്റെ പിന്നു കുത്തി ചോര പൊടിച്ചു. അതാണ് നാട്ടിലെ കുട്ടിയോ പന്ത് കളിക്കുമ്പോൾ ഒരു കാല് ഈ കെടുപ്പിന്ന് തെറ്റി കെട്ടുകെട്ടി ആ 1.5 കാലുകൊണ്ട് ഫുട്ബോൾ കളിക്കും. പിന്നെ പ്രശ്നമില്ല അവന്. റമദാൻ മാസത്തിൽ രാവിലെ വെയിലത്ത്